ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആറാമത്തെ ശ്ലോകം. ഭീത്യാലം അംഗജ വസന്ത സുരാംഗനാവോ. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാവോ. മന്മാനനം ത്വിഹ ജുഷധ്വമിതി ബ്രുവാണഃ. മന്മാനനം ത്വിഹ ജുഷധ്വമിതി ബ്രുവാണഃ. ത്വം വിസ്മയേന പരിതഃ സ്തുവതാം അതൈഷാം. ത്വം വിസ്മയേന പരിതഃ സ്തുവതാമഥൈഷാം. പ്രാദർശയഃ സ്വപരിചാരകകാതരാക്ഷീഃ. പ്രാദർശയഃ സ്വപരിചാരകകാതരാക്ഷീഃ. അർത്ഥം നോക്കാം. അഥത്വം ഖേ അംഗജ. അനന്തരം അവിടുന്ന് അല്ലയോ കാമ. വസന്ത സുരാംഗനാഹ വഹ ഭീത്യ അലം. വസന്ത ദേവസുന്ദരിമാരെ, നിങ്ങൾക്ക് ഭയം വേണ്ട. ഇഹം മന്മാനനം തുജുഷധ്വം. ഇവിടെ വെച്ച എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും. ഇരിബ്രുവാണഃ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാതരാക്ഷീഹി, തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ വിസ്മയേന പരിതഃ സ്തുവതാം, അത്ഭുതത്തോടെ തൻ്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന യേഷാം പ്രദർശ്യഃ, ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു. ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഭീത്യാലം അംഗജ എന്ന് വായിക്കണം. ഭീത്യാലം അംഗജ എന്നല്ല, മംഗജ എന്നല്ല, ഭീത്യാലം അംഗജ. അംഗജൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ എന്നർത്ഥം. വസന്ത സുരാംഗനാവോ, സുരാംഗനമാരെ ദേവസുന്ദരിമാരെ. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാവോ. ഭീത്യാലം അംഗജ വസന്ത സുരാംഗനാവോ. മന്മാനനം ത്വിഹ ജുഷധ്വമിതി ബ്രുവാണഃ. മന്മാനനം ജുഷധ്വം ഇതി ബ്രുവാണഃ. ത്വം വിസ്മയേന പരിതഃ സ്തുവതാമഥൈഷാം. ത്വം വിസ്മയേന പരിതഃ സ്തുവതാം അഥൈഷാം. സ്തുവതാമഥൈഷാം. പ്രാദർശയസ്വ പരിചാരകഃ കാതരാക്ഷീഃ. പ്രാദർശയസ്വ പരിചാരകഃ കാതരാക്ഷീഃ. ഏഴാമത്തെ ശ്ലോകം. സമ്മോഹനായ മിളിത മദനാദയസ്തേ. സമ്മോഹനായ മിളിത മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ. ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ. ആപുർ രണ്ടും പറയാം. ദത്താം ത്വയാ ച ജഗൃഹു സ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ദത്താം ത്വയാ ച ജഗൃഹു ത്രപയൈവ. സ്ത്രപയൈവ എന്നുണ്ട്. ജഗൃഹുർ ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. അർത്ഥം നോക്കാം. തേ സമ്മോഹനായ മിളിതാഹ മദനാദയഃ. അവിടുത്തെ സമ്മോഹിപ്പിക്കാനെത്തിയ കാമദേവൻ മുതലായവർ ത്വദ്ദാസികാ പരിമളൈഹി, അവിടുത്തെ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹം ആപൂകില, മോഹത്തെ പ്രാപിച്ചു പോലും. പുനഃ ത്വയാ ദത്താം സർവ സ്വർവാസി ഗർവശമനീം. അനന്തരം അവിടുന്ന് സമ്മാനിച്ച എല്ലാ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യമതം നശിപ്പിക്കുന്ന താം ഉർവശീം ത്രപയാ ഏവ ജഗൃഹു ച. ആ ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ട്യൂണിൽ ചെല്ലി നോക്കാം. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ. സമ്മോഹനായ മിളിത മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ. ത്വദ്ദാസികാ പരിമളൈർ കില മോഹമാപുർ. ദത്താം ത്വയാ ച ജഗൃഹുർ ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ദത്വാം ത്വയാ ച ജഗൃഹുർ ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ഇവിടെ സർവസ്വർവാസി ഗർവശമനീം ഒന്നിച്ച് വായിക്കണം. സ്വർഗവാസികളുടെ
എല്ലാ സ്വർഗവാസികളുടെയും ഗർഭത്തെയും ശമിപ്പിച്ചു. അപ്പോൾ ഉർവശിയെ കൊടുത്തു എന്നാണ് താല്പര്യം. ഇനി 8ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീനാരായണ ഋഷി തൻ്റെ ഊരുവിൽ നിന്ന് ഉർവശിയെ സൃഷ്ടിച്ചു എന്നാണ് പ്രസിദ്ധി. ഊരുദ്ഭവാം നരസകസ്യ മുനേഹേ. കാളിദാസൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അടിക്കുറിപ്പിൽ പറയുന്നുണ്ട്. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവമർശാത്. പര്യാകുലോ ജനി ഭവൻ മഹിമാവവർഷാത് ഏവം പ്രശാന്ത രമണീയ തരാപതാരാത്. ഏവം പ്രശാന്തരമണീയ തരാപതാരാത് ത്വത്വധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ത്വത്വധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ഇനി അർത്ഥം നോക്കാം. ശക്രഃ ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച. ഇന്ദ്രൻ ഉർവശിയെ കണ്ടിട്ടും അവിടുത്തെ കഥ കേട്ടിട്ടും ഭവൻ മഹിമാവമർശാത് അവിടുത്തെ മഹാത്മ്യം അറിയാത്തതുകൊണ്ട് പര്യാകുലഃ അജനി വ്യാകുലനായി തീർന്നു. ഹേ വരദ ഏവം പ്രശാന്തരമണീയതരാപതാരാത്വ. അല്ലയോ അഭീഷ്ടവരദനായ ഗുരുവായൂരപ്പ, ഇപ്രകാരം സൗമ്യവും ആശ്ചര്യ അനുഷ്ഠാനത്താൽ അതിമോഹനവുമായ അവതാരമെടുത്ത ശ്രീനാരായണമൂർത്തിയായ തിരുവടിയേക്കാൾ അധിക കൃഷ്ണതനുത്വം ഏവ. ശാന്തിയും പവിത്രകർമ്മവും കൊണ്ട് ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ സ്വരൂപനായ തിരുവടി മാത്രമാകുന്നു. ഭഗവാനെ പ്രശംസിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് ട്യൂണിൽ ചൊല്ലി നോക്കാം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനി ഭവൻ ഭവത് മഹിമാവമർശാത്. പര്യാകുലോ ജനി ഭവത് മഹിമാവമർശാത് ഏവം പ്രശാന്ത രമണീയ തരാവതാരാത്. ഏവം പ്രശാന്ത രമണീയ തരാവതാരാത് ത്വത്വധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ത്വത്വധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. തനുഃ ത്വമേവ. അതാണ് തനുസ്ത്വമേവ എന്ന് പറയാൻ കാരണം. അങ്ങനെ തന്നെ വായിക്കാം. ത്വത്വധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ഭഗവാനെ കൃഷ്ണനെ പോലെ കൃഷ്ണസ്വരൂപനായ തിരുവടി മാത്രമാണ് എന്ന് ഭട്ടതിരിപ്പാട് ആ ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തിയെ കൂടുതലായിട്ട് പ്രദർശിപ്പിച്ചു വരികയാണ്. 4 മുതൽ 8 കൂടി ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ വിഷയം ശ്രീ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഭാഗവതത്തിൽ ഇത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. 11ാം സ്കന്ധം 4ാം അധ്യായത്തിലുണ്ട്. ശ്രീ നരനാരായണമൂർത്തിയുടെ അവതാര മഹത്വം പ്രതിപാദിക്കാൻ ഔചിത്യാനുസരണം നിബന്ധിച്ചിരിക്കുകയാണ്. അത് ഇത്തരം ഭാവനാ സൗന്ദര്യം സാമർഥ്യം നാരായണീയത്തിൽ പല ദിക്കിലും കാണാവുന്നതാണ്. ഭഗവാന്റെ ഭട്ടതിരിപ്പാടിൻ്റെ കൃഷ്ണഭക്തി, ആ ഭഗവാനുടെ ആദരവ് ഒക്കെ ഇവിടെ ത്വത്വധികോ വരദ കൃഷ്ണ തനുസ്ത്വമേവ. തനു പറഞ്ഞാൽ ഭഗവത് സ്വരൂപം, തനു പറഞ്ഞ ശരീരം എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഭഗവാന്റെ ശരീരമല്ല കണ്ട നമ്മൾ സ്വരൂപമായിട്ട് ആ രൂപത്തെ കാണണം എന്ന് പറഞ്ഞു തരികയാണ് ഭട്ടതിരിപ്പാട്. എങ്ങനെയെല്ലാം ഭഗവാനെ സ്തുതിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം സ്തുതിക്കുന്നുണ്ട്. നമുക്കും വലിയ അനുഗ്രഹമാണല്ലോ ഇങ്ങനെ ഭഗവത് സ്തുതിയൊക്കെ കേൾക്കാനും അതിനെക്കുറിച്ച് പാടാനുമൊക്കെ അല്ലേ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ജിഹ്വേ പിബസ്വാമൃതദേവ ദേവ ഗോവിന്ദ ദാമോദര മാധവേതി. ജിഹ്വേ പിബസ്വാം അമൃതദേവ ദേവ ഗോവിന്ദ ദാമോദര മാധവേതി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ.
ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ഹരേ രാം ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ഹരേ രാം ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ ഹരേ രാം ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ ഹരേ രാം ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ ഹരേ കൃഷ്ണ